ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്കായി സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ശിവസേന എംപി ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം ഇന്ന് യാത്ര തിരിക്കും. രാജസ്ഥാനിലെ ബിക്കാനീറിൽ 26,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് ദേശീയപാത 66 നിർമ്മാണത്തിലുണ്ടായ അപാകത അന്വേഷിക്കാൻ വിദഗ്ധ സമിതി ഇന്ന് സന്ദർശനം നടത്തും. നിർമ്മാണത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജർമ്മനിയിൽ നടക്കുന്ന ISSF ജൂനിയർ ലോകകപ്പ് ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേട്ടവുമായി ഇന്ത്യയുടെ ആഡ്രിയാൻ കർമാക്കർ. ഗസയിലെ സൈനിക ആക്രമണങ്ങളിൽ ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന കർശന മുന്നറിയിപ്പുമായി UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങൾ. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്കായി സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ശിവസേന എംപി ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം ഇന്ന് UAE, ലൈബീരിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സിയറ ലിയോൺ എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിക്കും. നയതന്ത്ര വിദേശ പര്യടനത്തിന് മുന്നോടിയായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്നലെ പാർലമെന്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ പ്രോത്സാഹനം നൽകുന്നത് സംബന്ധിച്ച് തന്റെ പ്രതിനിധി സംഘത്തിന് വിശദീകരിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീകാന്ത് ഷിൻഡെ മാധ്യമങ്ങളോട് പറഞ്ഞു. जिस देश में हम लोग जा रहे हैं, किस प्रकार से भारत का स्टैंड पक्ष वहां पर रखना है और जिस तरीके से भारत इतने सालों तक टेररिज्म से लड़ता है, जिस तरीके से पाकिस्तान भारत पर हमले करता है, टेररिज्म को बढ़ावा देने का काम कर रहा है, अलग अलग टेररिस्ट ऑर्गेनाइजेशन को पनाह देने का काम कर रहा है. पाकिस्तान जिस प्रकार से ये कारनामे इतने सालों तक कर रहा है वो पूरे दुनिया को भी पता होना बहुत जरूरी है. JDU അംഗം സഞ്ജയ് ഝാ, DMK എംപി കനിമൊഴി കരുണാനിധി എന്നിവരുടെ നേതൃത്വത്തിലുള്ള 2 സംഘങ്ങൾ നാളെ യാത്ര തിരിക്കും. സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ഇന്തോനേഷ്യ, മലേഷ്യ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, ജപ്പാൻ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലും കനിമൊഴി നയിക്കുന്ന സംഘം സ്പെയിൻ, ഗ്രീസ്, സ്ലോവേനിയ, ലാത്വിയ, റഷ്യ എന്നിവിടങ്ങളും സന്ദർശിക്കും. അടുത്ത മാസം 5 വരെ 59 എംപിമാർ അംഗങ്ങളായ 7 പ്രതിനിധി സംഘങ്ങൾ 32 രാജ്യങ്ങളിലാണ് സന്ദർശനം നടത്തുക. രാജസ്ഥാനിലെ ബിക്കാനീറിൽ 26,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. റെയിൽവേ, റോഡ്വേകൾ, വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജ മേഖലകൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതാണ് പദ്ധതികൾ. രാജസ്ഥാനിലെ റോഡുകളുടെ വികസനത്തിനായി അടിപ്പാതകളുടെ നിർമ്മാണം, ദേശീയപാതകളുടെ വീതി കൂട്ടൽ എന്നിവയ്ക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. കേരളത്തിലെ ചിറയൻകീഴ്, വടകര സ്റ്റേഷനുകളും ഇതിൽ ഉൾപ്പെടുന്നു. രാജസ്ഥാനിലെ ബിക്കാനീറിലാണ് ചടങ്ങ് നടക്കുന്നത്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 1300ഓളം റെയിൽവേ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. കേരള സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന നവംബർ 1-ന് അതിദാരിദ്ര്യ മുക്ത കേരളം യാഥാർത്ഥ്യമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് മലപ്പുറം ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. മലപ്പുറത്ത് ദേശീയപാത 66 നിർമ്മാണത്തിലുണ്ടായ അപാകത അന്വേഷിക്കാൻ ദേശീയപാത അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. കൂരിയാടിനും കൊളപ്പുറത്തിനുമിടയിലാണ് കഴിഞ്ഞ ദിവസം ദേശീയപാതയുടെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. നിർമ്മാണത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പഴയ കെട്ടിടങ്ങൾക്ക് ഫയർ ഓഡിറ്റ് ഫലപ്രദമായി നടക്കുന്നില്ലെന്നും അതുണ്ടാകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. അതിനിടെ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ നിന്നും ഇന്നലെ രാത്രി വീണ്ടും ചെറിയ തോതിൽ പുക ഉയർന്നു. കോഴിക്കോട് ബീച്ച് ഫയർ യൂണിറ്റെത്തി തീയണച്ചു. ധവള വിപ്ലവം 2.0യിലൂടെ സഹകരണ ക്ഷീരം മേഖലയിൽ സുസ്ഥിര വികസനവും ചാക്രിക സമ്പദ് വ്യവസ്ഥയും ഉറപ്പാക്കണമെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത് ഷാ. മേഖലയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സുപ്രധാന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സംയോജിത സഹകരണ സംഘങ്ങളുടെ ശൃംഖല സൃഷ്ടിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ശ്രീ ഷാ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ചാൻസലറായി സ്ഥാനമെടുത്ത അദ്ദേഹത്തെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നും ഇരു നേതാക്കളും പറഞ്ഞു. സുവർണക്ഷേത്രത്തിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇന്ത്യൻ സൈന്യം. അമൃത്സറിലെ ശ്രീ ദർബാർ സാഹിബിന്റെ പരിസരത്ത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളോ മറ്റ് ഉപകരണങ്ങളോ വിന്യസിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദം കേൾക്കും. ഹർജിയിൽ ഇന്നലെ സുപ്രീംകോടതി 3 മണിക്കൂറിലേറെ വാദം കേട്ടു. വ്യക്തമായ കാരണങ്ങളും ഗുരുതരമായ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നിയമത്തിൽ ഇടപെടാൻ സാധിക്കൂ എന്ന് കോടതി നിരീക്ഷിച്ചു. ജുഡീഷ്യൽ സർവീസിലെ എൻട്രി ലെവൽ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതിന് അഭിഭാഷകനായി കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണെന്ന വ്യവസ്ഥ സുപ്രീംകോടതി പുനഃസ്ഥാപിച്ചു. താൽക്കാലിക എൻറോൾമെന്റ് തീയതി മുതൽ പ്രാക്ടീസ് കാലയളവ് കണക്കാക്കാം. ഭാവിയിലെ നിയമനങ്ങൾക്ക് മാത്രമേ വ്യവസ്ഥ ബാധകമാകൂ എന്നും കോടതി വ്യക്തമാക്കി. ഇന്ന് ദേശീയ ഭീകരവിരുദ്ധ ദിനം. ഭീകരതയും അക്രമവും ജനങ്ങളിലും സമൂഹത്തിലും രാജ്യത്താകമാനവും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും മെയ് 21-ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുക്കും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നിരവധി ഭീകരരെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ഇന്ത്യൻ സായുധസേന വിജയിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അതിർത്തിക്കപ്പുറത്തുള്ള ഭീകര കേന്ദ്രങ്ങളെ കൃത്യതയോടെയും അച്ചടക്കത്തോടെയും ലക്ഷ്യം വെച്ച ഇന്ത്യൻ സായുധസേന അഭിനന്ദനം അർഹിക്കുന്നതായി ലക്നൌവിൽ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ സിംഗ് പറഞ്ഞു. हमारी जवाबी कार्रवाई जो हो रही थी, इस बात का पूरा ध्यान रखा गया कि पाकिस्तान के आतंकवादी ठिकानों पर ही प्रहार किया जाए. जहां सिविलियंस रहते हैं वहां पर किसी भी प्रकार का अटैक नहीं होना चाहिए. एक कुशल सर्जन की भांति भारतीय सेनाओं ने ऑपरेशन किया है और इसके लिए मैं उन्हें बहुत बहुत बधाई देता हूं और उनका मैं समझता हूं तालियां बजाकर सेना के जवानों का अभिनंदन किया जाना चाहिए. അമോസയിൽ നിന്ന് നാദർഗഞ്ച് വരെ സംഘടിപ്പിച്ച തിരങ്ക യാത്രയിലും രാജ്യരക്ഷാമന്ത്രി പങ്കെടുത്തു. ജർമ്മനിയിൽ നടക്കുന്ന ISSF ജൂനിയർ ലോകകപ്പ് ഷൂട്ടിംഗ് 50 മീറ്റർ റൈഫിൾ പ്രോൺ ഇനത്തിൽ ഇന്ത്യയുടെ അഡ്രിയാൻ കർമാക്കർ വെള്ളി മെഡൽ നേടി. സ്വർണം നേടിയ സ്വീഡൻ താരത്തെക്കാൾ 0.3 പോയിന്റ് മാത്രം പിന്നിലായാണ് 20-കാരനായ അഡ്രിയാൻ രണ്ടാം സ്ഥാനത്തെത്തിയത്. IPL ക്രിക്കറ്റിൽ ഇന്നലെ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ 188 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസ് 17.1 ഓവറിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കർണാടകയുടെ തീരദേശ മേഖലകളിൽ ഉൾപ്പെടെ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മുംബൈ, കൊങ്കൺ മേഖല, അസം, മേഘാലയ, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ് എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഇന്നും നാളെയും പശ്ചിമ രാജസ്ഥാനിൽ ഉഷ്ണതരംഗം ശക്തമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിലും വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. അടുത്ത 2-3 ദിവസങ്ങളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് ഈ മാസം 24 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള, ലക്ഷദ്വീപ് മേഖലയിൽ സർക്കാരിന്റെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി ഏജൻസികളിൽ നിന്ന് 1 വർഷത്തേക്ക് ടെൻഡർ ക്ഷണിച്ചു. ജൂൺ 3-ന് മുൻപായി അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് cbcindia.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 9995323557 എന്ന ഫോൺ നമ്പറിലും വിവരങ്ങൾ ലഭ്യമാണ്. ഗസയിലെ സൈനിക ആക്രമണങ്ങളിൽ ഇസ്രായേലിന് കർശന മുന്നറിയിപ്പ് നൽകി UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങൾ. ആക്രമണം അവസാനിപ്പിക്കുകയും സഹായങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയും ചെയ്തില്ലെങ്കിൽ ഉപരോധങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മുന്നറിയിപ്പ്. ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ആവർത്തിച്ചു. സമീപ ദിവസങ്ങളിൽ ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 100 കണക്കിന് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിനെ തുടർന്ന് ഇസ്രായേലുമായുള്ള നയതന്ത്ര സമ്മർദ്ദം രൂക്ഷമായിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ചർച്ചകൾക്കായി സർവകക്ഷി പ്രതിനിധി സംഘങ്ങളുടെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘം ഇന്ന് യാത്ര തിരിക്കും. രാജസ്ഥാനിലെ ബിക്കാനീറിൽ 26,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജ്യത്തെ 103 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നാളെ നിർവഹിക്കും. മലപ്പുറത്ത് ദേശീയപാത 66 നിർമ്മാണത്തിലുണ്ടായ അപാകത അന്വേഷിക്കാൻ വിദഗ്ധ സമിതി ഇന്ന് സന്ദർശനം നടത്തും. നിർമ്മാണത്തിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജർമ്മനിയിൽ നടക്കുന്ന ISSF ജൂനിയർ ലോകകപ്പ് ഷൂട്ടിംഗിൽ വെള്ളി മെഡൽ നേട്ടവുമായി ഇന്ത്യയുടെ അഡ്രിയാൻ കർമാക്കർ. ഗസയിലെ സൈനിക ആക്രമണങ്ങളിൽ ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന കർശന മുന്നറിയിപ്പുമായി UK, ഫ്രാൻസ്, കാനഡ എന്നീ രാജ്യങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.